ഞാൻ മർജാൻ PS ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ലക്ഷദ്വീപിന്റെ പ്രത്യേക കാലാവസ്ഥയിൽ വെജിറ്റബിൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷദ്വീപില് പ്രധാനമായും 2 കാലാവസ്ഥയാണുള്ളത്, മഴക്കാലവും വേനൽക്കാലവും. നമുക്ക് വൻകരയിലുള്ള പോലെ മഞ്ഞുകാലം നമുക്കില്ല. അപ്പോ മഞ്ഞുകാലത്ത് കൃഷി ചെയ്യേണ്ട വിളകളായ തക്കാളി, കാബേജ്, കോളിഫ്ലവർ എന്നിവ നമുക്ക് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടാവുന്നതാണ്. ഈ വിളകൾ ഒഴിച്ച് ബാക്കിയുള്ള ഏകദേശം എല്ലാ വിളകളും നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ, അതായത് എല്ലാ വർഷത്തില് ഏത് സീസണിൽ വേണമെങ്കിലും നമുക്ക് നട്ട് വളർത്താവുന്നവയാണ്. നമ്മുടെ ലക്ഷദ്വീപ് കണ്ടീഷന് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, പടവല വർഗ്ഗങ്ങളായ മത്തൻ, വെള്ളരി എന്നിവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നവയാണ്. ഇവയിൽ തന്നെ നമ്മുടെ കണ്ടീഷനിൽ അനുയോജ്യമായ രോഗങ്ങൾക്കും കീടങ്ങൾക്കും റെസിസ്റ്റന്റ് ആയ പച്ചമുളകിൽ KU ക്ലസ്റ്റർ, പിന്നെ മത്തനിൽ KU വെറൈറ്റി ആയ അമ്പിളി, പിന്നെ ചീരയിലെ KU വെറൈറ്റി CO1 എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. ചീര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും പച്ച നിറത്തിലുള്ള വെറൈറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ചുവന്ന കളറിലുള്ള വെറൈറ്റിയാണ് താല്പര്യമെങ്കിൽ പച്ചയും ചുവപ്പും ഇടകലർത്തി നടാവുന്നതാണ്. പിന്നെ പച്ചക്കറി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ താഴ്ന്ന പ്രദേശങ്ങൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് മൺസൂൺ കാലങ്ങളിലെ അതിശക്തമായ കാറ്റ്. ഈ സമയങ്ങളിൽ ഒരു മറയായിട്ട് വേലി കെട്ടുകയോ അല്ലെങ്കിൽ വിൻഡ് ബ്രേക്സ് അഥവാ കാറ്റിനെ ചെറുക്കാൻ കഴിവുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ ചെയ്ത സ്ഥലത്ത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മണ്ണിലെ മൂലകങ്ങളുടെ കുറവ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏത് ഓർഗാനിക് മാനുവർ അഥവാ ജൈവവളവും മാക്സിമം ക്വാണ്ടിറ്റി തന്നെ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് മണ്ണൊരുക്കുമ്പോൾ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, പച്ചില വളങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. ഇത് കൂടാതെ 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ സ്പ്രേ തളിച്ചു കൊടുക്കേണ്ടതുണ്ട്. ജൈവ കൃഷിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളമാണ് ചാണകം. എന്നാൽ ഇതിന്റെ അളവ് നമ്മുടെ ലക്ഷദ്വീപില് വളരെ കുറവാണ്. അതുകൊണ്ട് പച്ചില വളങ്ങളുടെ സ്ലറി ഉണ്ടാക്കി നമുക്ക് ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഗ്ലൈറിസീഡിയ, ശീമക്കൊന്ന എന്ന് പറയും, ശീമക്കൊന്ന, അഗത്തിച്ചീര, മുരിങ്ങ എന്നിവ ഒരു ഡ്രമ്മില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതില് ശർക്കര, പിന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളിട്ട് ഒരാഴ്ച വെച്ച് പുളിപ്പിച്ചിട്ട് 1-2 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും പച്ചക്കറി കൃഷി ചെയ്യുന്ന ഫീൽഡ് സന്ദർശിക്കുകയും എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രോഗങ്ങളും കീടങ്ങളും നേരത്തെ കണ്ടുപിടിച്ച് അവ എഫക്റ്റ് ചെയ്ത പ്ലാന്റ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ ചെടികളിൽ പടരാതെ നമ്മുടെ പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷദ്വീപ് കൃഷി ചെയ്യുന്ന ഒരു പ്രധാന പച്ചക്കറി വിളയാണ് വഴുതന. ഇത് നമുക്ക് 2 വർഷം വരെ ഇതിൽ നിന്ന് വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഇതിനായിട്ട് ആദ്യ വിളവെടുപ്പിന് ശേഷം ഇതിന്റെ കമ്പുകളും ഇലകളും മുറിച്ച് മാറ്റിയിട്ട് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നൽകി നമുക്ക് നല്ല വിള കിട്ടുന്ന രീതിയിൽ 2 വർഷം വരെ വളർത്തി കൊണ്ടുപോകാവുന്നതാണ്. പച്ചക്കറി കൃഷി നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ കിച്ചൺ ഗാർഡനിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് പുതയിടൽ. ഇതിനായിട്ട് തെങ്ങിന്റെ ഓല അല്ലെങ്കിൽ പച്ചില വളങ്ങളായ ശീമക്കൊന്ന, പൂവരശ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പച്ചക്കറികൾക്ക് ആവശ്യമായ വെള്ളം അതിന്റെ തടത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഇതൊക്കെയാണ് പ്രധാനമായും പച്ചക്കറി കൃഷി നമ്മുടെ ലക്ഷദ്വീപിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.